പാറ പൊട്ടിച്ചതിന് ശേഷം ഉപേക്ഷിക്കപ്പെടുന്ന നിരവധി പാറമടകൾ സംസ്ഥാനത്തുണ്ട്. ഇവയിലെല്ലാം ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഇത് എത്രമാത്രം പരിസരവാസികൾക്ക് ഭീഷണിയാണ്? നമുക്ക് അങ്ങനെ ഒരു പാറമടയിലേക്ക് ഒന്ന് പോയി നോക്കാം. പത്തനംതിട്ട ജില്ലയിലെ ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിലെ മാരൂർ എന്ന സ്ഥലത്താണ് ഉപേക്ഷിക്കപ്പെട്ട പാറമടയിൽ 250 അടിയിലധികം ആഴത്തിൽ അത്രയും ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഈ പാറയോട് ചേർന്ന് തന്നെ വേറെ 2 പാറമടയും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പരാതികൾ കൊടുത്തതാണ്. വീണ്ടും ഇവരെ ഈ പാറമട മണ്ണിട്ട് മൂടിയിട്ടില്ല, അത് ക്ലിയർ ചെയ്തിട്ടില്ല. മറ്റേ 2 പാറമടയുടെ കാൽഭാഗം വെച്ച് അവർ മണ്ണിട്ട് വെച്ചു. പക്ഷേ അകമൊത്തം വെള്ളം. ഇതെപ്പോഴും ഏത് സമയത്ത് വേണമെങ്കിലും ഇത് പൊട്ടി ഈ ദേശം മുഴുവനും, അതായത് മാരൂര്, ചാങ്കൂര്, കല്ലുവിള ദേശം മുഴുവനും ഇപ്പോൾ അവിടെ സ്കൂളുണ്ട്, പള്ളിയുണ്ട്, വീടുകൾ, ഒരുപാട് വീടുകളുമുണ്ട്. പക്ഷേ ഇതിന് തക്കതായ ഒരു നിയമ നടപടികൾ എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ ദേശം മുഴുവനുമാണ് നശിക്കുന്നത്. മറ്റുള്ള പാറമടകൾക്ക് ഇതിനോട് ചേർന്ന് തന്നെ ഇവർ വേറെ 2-3 പാറമടകൾക്ക് പെർമിഷന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. അത് കൊടുക്കാതിരിക്കുക. പാറമടയുടെ ഈ പരിസരത്ത് 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെ ഈ പാറമടയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം തങ്ങൾക്ക് രാത്രി സമാധാനത്തോടുകൂടി ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നാണ്. അപകടം എന്ന് പറഞ്ഞാൽ വെള്ളം നികന്ന് കഴിഞ്ഞ് വെള്ളം വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ പിന്നെ ആകിയതല്ലേ. ഞാൻ പണ്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ വരുമായിരുന്നു. അന്ന് ഇതിൻ്റെ മെഷീനൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാകേതായി. ഇനി ചുറ്റോടുള്ളവർക്കെല്ലാം പ്രശ്നമാകത്തേ ഉള്ളൂ. മണ്ണിട്ട് നികത്തിയാലും ഇത്രയും പ്രശ്നം വരത്തില്ല. ഈ പാറമടയിൽ 5 വർഷത്തോളം പാറ പൊട്ടിച്ചു. അതിനുശേഷം 3 വർഷമായി ഇത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന ഈ ഭാഗം ലോഡുമായി ലോറികൾ ഈ പാറമടയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വഴിയായിരുന്നു. ഇതാ കണ്ടില്ലേ, ഇത് വിസ്തൃതിയിൽ ഈ പാറമടയിൽ ജലം കെട്ടിക്കിടക്കുകയാണ്. ഇതാണ് ഈ പ്രദേശവാസികൾക്ക് ഇപ്പോൾ ഭീഷണിയായിരിക്കുന്നത്. ഞങ്ങളുടെ ആശങ്ക എന്ന് പറഞ്ഞാൽ ഈ വെള്ളം പൊട്ടി മഴ വീണാൽ താഴെ ഒരുപാട് വീടുകളുണ്ട്. ആൾനാശവും പിന്നെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ നാശങ്ങളും വരും, വസ്തുവകകളും എല്ലാം. അത് ഞങ്ങൾക്കൊരു ഭയമുണ്ട്. പാറമടയുടെ ഈ ഭാഗത്ത് 250 അടിയിലധികം താഴ്ചയുണ്ട്. ഇനി മഴ പെയ്യും തോറും വെള്ളത്തിൻ്റെ അളവ് ഉയർന്നുകൊണ്ടിരിക്കും. അതുമാത്രവുമല്ല, ഈ പൊട്ടിച്ച പാറകളുടെ ഭാഗങ്ങളിലെല്ലാം നല്ല ഉറവയുമുണ്ട്. അങ്ങനെയും വെള്ളത്തിൻ്റെ അളവ് ഈ പാറമടയിൽ കൂടും. ഏകദേശം ഒരു 250 അടിയോളം വെള്ളം കിടപ്പുണ്ട്. ഇപ്പോൾ ഇത് ഭീഷണി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രദേശം മൊത്തം ഈ സൈഡ് പൊട്ടിക്കഴിഞ്ഞാൽ ഈ പ്രദേശം മൊത്തം നശിക്കും. പിന്നെ ഇവിടെ ഏകദേശം ഒരു 5ഓളം പാറമടകൾ പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ. ഈ പ്രദേശത്ത് ഈ 5ഓളം പാറമട പ്രവർത്തിക്കുന്ന യാതൊരുവിധ മാനദണ്ഡവും ഇല്ലാതാണ്. പാറമടയിൽ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഭാഗം ഇത് മണ്ണിട്ട് നികത്തിയതാണ്. ഇത് പാറ പൊട്ടിക്കുമ്പോൾ അപ്പോൾ ആ സമയത്ത് കിട്ടിയ മണ്ണ് ഉപയോഗിച്ചാണ് ഈ ഭാഗം നികത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഈ ഭാഗത്ത് നികത്തിയതുപോലെ തന്നെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗത്തും മണ്ണിട്ട് നികത്തണമെന്നാണ്. അങ്ങനെയാണ് നിയമം എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ പാറമടയ്ക്ക് സമീപം, അല്ലെങ്കിൽ പാറമടയിൽ തന്നെ മണ്ണിട്ട് നികത്തിയ സ്ഥലത്താണ്. മണ്ണിട്ട് കുറച്ച് ഇവിടെ അത്ര പൊട്ടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ പക്ഷേ മണ്ണിട്ടിട്ടുണ്ട്, കോറി വേസ്റ്റ് എന്തോ ഇട്ടിട്ടുണ്ട്. ഈ പാറ പൊട്ടിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ മണ്ണുണ്ട്. മണ്ണ് നീക്കം ചെയ്തിട്ടാണല്ലോ ഇവർ പാറ പൊട്ടിക്കുന്നത്. ആ മണ്ണ് സൂക്ഷിച്ചു വെച്ചിട്ട് പിന്നീട് ഇവിടെ നികത്തി പോകണമെന്നാണ്, ബെഞ്ചൊക്കെ ഫോം ചെയ്ത് നികത്തി പോകണമെന്നുള്ളതാണ് പിന്നെ ജിയോളജിയുടെ നിയമമെന്നാണ് നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ടവർക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു മാനദണ്ഡവും അത്തരം നിയമങ്ങളൊന്നും ഇവർ പാലിക്കാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ നോക്കുമ്പോൾ നല്ല പച്ച നിറത്തിലാണ് ഈ വെള്ളമുള്ളത്. എത്രമാത്രം അല്ലെങ്കിൽ ആഴമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ഇതൊക്കെ നേരത്തെ പൊട്ടിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ. എത്രമാത്രം ആഴമുണ്ട് ഇവിടെ? 250 അടി മിനിമം എന്തായാലും വെള്ളം ഉണ്ട് ഇതിനകത്ത്. മിനിമം ആണ് പറഞ്ഞത്. ചിലപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാകാനാണ് സാധ്യതയുള്ളത്. ഇങ്ങനെ റൗണ്ട് രീതിയിലാണോ പൊട്ടിച്ചത്? അതെ, ഇവിടുന്ന് ഈ ഭാഗത്തു നിന്ന് വാഹനങ്ങൾ പോയി നല്ല താഴ്ചയിൽ പോയാണ് കല്ലെടുത്തുകൊണ്ടിരുന്നത്, ലോഡ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ. അതായിരുന്നു അന്നത്തെ സാഹചര്യം. ഇപ്പം അതെല്ലാം വെള്ളം കയറി ഏകദേശം 3 വർഷത്തോളം കാലമായിട്ട് ഇവിടെ ഖനനം നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 വർഷത്തിനിടയിൽ ഉണ്ടായ മഴകളിലും അതുപോലെ തന്നെ ഉറവകളിൽ നിന്നെത്തുന്ന വെള്ളമൊക്കെ സംഘടിച്ച് വലിയ ഒരു ഭീകരമായ അവസ്ഥയിലേക്കാണ് നിലവിൽ ഈ മട സ്ഥിതി ചെയ്യുന്നത്. ഇതിനോടൊപ്പം തൊട്ട് പിന്നിൽ കാണുന്ന 2 മടകളുടെ അവസ്ഥയും സമാനമാണ്. വളരെ ഭയാനകമായ രീതിയിലാണ് ആളുകൾ ഇവിടെ ജീവിച്ചു പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പത്തനംതിട്ട ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിലെ മാരൂർ എന്ന സ്ഥലത്ത് പ്രവർത്തനം പൂർത്തിയാക്കിയ ശേഷം അത് ഉപേക്ഷിക്കപ്പെട്ട ഈ ഒരു പാറമടയിൽ കെട്ടിക്കിടക്കുന്ന ജലമാണ്
പ്രദേശവാസികൾക്ക് ഭീഷണിയായിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ടവർ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിനു വേണ്ട അടിയന്തരമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ആവശ്യമുയർന്നിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.